5. ജൂൺ 5 നമ്മൾ ലോകം മുഴുവൻ ഒരു ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. എന്താണ്? പരിസ്ഥിതി ദിനം. പരിസ്ഥിതി നമ്മുടെ ചുറ്റുപാടുള്ള അർത്ഥം. ചുറ്റുപാടും ചുറ്റുപാടുമൊക്കെ വൃത്തിയില്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തൊരു ചുറ്റുപാടും വൃത്തിയില്ല. അതിനാണ് നമുക്ക് സംഭവിക്കുന്നത്. എന്ത് സംഭവിക്കും? ചുറ്റുപാട് കഴിക്കാം ഗുരുതര. അപ്പൊ നമുക്ക് എന്ത് തോന്നും? നമ്മുടെ വീട്ടിലെ ഇപ്പൊ സ്കൂളിന്റെ പരിസരം മുഴുവൻ അങ്ങ് അഴുക്കും വെള്ളവും ചുളിയൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും അനുഭവപ്പെടുന്നത്? ശ്രദ്ധിക്കുക. നമ്മുടെ പരിസരത്തിൽ നമുക്ക് എന്താ തോന്നുന്നത്? നാണക്കേട്. അത് മാത്രമാണോ? നാണക്കേട് മാത്രമാണോ? മൂക്ക് കൊടുക്കുമല്ല എന്തുകൊണ്ടാണ്? പരിസരം വൃത്തി അല്ലാത്തതുകൊണ്ടല്ലയോ? ഏതെങ്കിലുമൊക്കെ ജീവജാലങ്ങൾ അതിന്റെ അത് വീട്ടിലേക്ക് ഇല്ലയോ? അതുപോലെ അഴുക്കുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാവും. അതിനകത്ത് അണച്ചുണ്ടാകും. അണുക്കള് വായുവിൽ പടരുന്ന ആ വായുവാണ് നമ്മള് ഉള്ളിലോട്ട് വലിച്ച് ചെയ്യുന്നത്. നമ്മൾ ബ്രീതിയായിട്ട് ചെയ്യും. നമുക്ക് വേണ്ടി കൊണ്ടുവന്നില്ല. അപ്പൊ ഈ വായുവിൽ തുടങ്ങി ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെയ്യും. നമുക്കുണ്ടാകും അസുഖങ്ങള് ഉണ്ടാകും. പനി, ഛർദില്, ഇല്ലേ? അങ്ങനെ ഒരുപാട് അസുഖം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ പരിസരം വൃത്തിയല്ലാത്തതുകൊണ്ടാണ്, അല്ലേ? പിന്നീട് നമ്മുടെ പരിസ്ഥിതിക്ക് വേറെ കാര്യങ്ങളാണ്. ഒന്നുകിൽ ചൂട്, അല്ലെങ്കിൽ തണുപ്പ്, അല്ലെങ്കിൽ മഴ, ഇല്ലേ? അപ്പൊ നമുക്കൊക്കെ ഇഷ്ടംപോലെ മഴ പെയ്യുന്നു. ആ സമയത്ത് ഗൾഫ് രാജ്യങ്ങൾ മഴ കിട്ടുന്നുണ്ടോ? ഇല്ല. അവിടെ എന്താ? മരുഭൂമിയാണ്. ഡെസേർട്ട് എന്ന് പറയും. അതേപോലെ ഡെസേർട്ട്, മരുഭൂമി. നമുക്ക് മഴ കിട്ടുമ്പോൾ അവിടെ മഴയില്ല. കാരണം മഴയില്ലാത്തത് വൃക്ഷങ്ങൾ, മരങ്ങള് ഇല്ലാത്തത്. അപ്പൊ മഴ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? മരങ്ങള്, വൃക്ഷങ്ങള് വേണം. അപ്പൊ വൃക്ഷങ്ങളെ സേവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കാലാവസ്ഥ സുഖകരമായിട്ട് അധികം ചൂടില്ല, അധികം തണുപ്പും ഇല്ല. നമ്മുടെ വീട്ടിലെ കാശ്മീരിലൊക്കെ പോകുന്നവരൊക്കെ 2-3 കമ്പനിയൊക്കെ കൂടിയാണ് പുറത്തോട്ട് പോകുന്നത്. അവിടെ കൂടുതൽ തണുപ്പാണ്. നമുക്കുണ്ടോ അത്? ഇല്ല. നമുക്ക് വലിയ ചൂടും ഇല്ല, വലിയ തണുപ്പും ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഭൂമി കടലിൽ നേരെ ഇറക്കിയാണ് ഒരേ ലെവലില്. മരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചൂട് കൂടുതൽ നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ ആവി കിട്ടും. ആവി കിട്ടുന്നതുകൊണ്ടാണ് കടലിലെ വെള്ളം ആവിയായി കരയിലേക്ക് വരുന്നതാണ്. ആവി നമ്മുടെ വീട്ടിലൊക്കെ വെള്ളമില്ലാക്കുമ്പോൾ ആവി വരുന്നത് ഇല്ലയോ? ആവി നമുക്ക് വരുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കും ആവിയല്ല, ഇല്ലയാണ്. അപ്പൊ അതുപോലെ ഈ കടലിൽ നിന്ന് വെള്ളം ചൂടായി വരുന്ന ആവി നമ്മുടെ പുറത്തുനിന്ന് ഉയർന്നുണ്ടാകും. അപ്പൊ അത് കുറഞ്ഞ ആളുകളാണ് മരങ്ങളാണ്. മരങ്ങള് പ്രധാനമാണ്. നമ്മുടെ പരിസ്ഥിതിയില് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരങ്ങൾ. മരങ്ങളിൽ നമുക്ക് മഴയില്ല, അതുപോലെ ചൂടും നമുക്ക് ജീവിക്കാൻ പ്രയാസമായി. മഴ കൃത്യമായിട്ട് മഴ പെയ്യണമെങ്കിൽ മരങ്ങൾ വേണം. ഈ മേഘങ്ങൾ കൊണ്ട് വരുമ്പോൾ ആവിയായിട്ട് നീരാവിലാണ് നീരാവിൽ വരുമ്പോൾ വെള്ളത്തിൽ പൊങ്ങി വരുന്ന ആവിയാണ്. അത് ഒരു ചൂടുമ്പോഴാണ് നമുക്ക് മേഘമായിട്ട് പോകും. അവിടെ ഉയർത്തിക്കൂടി വരുമ്പോൾ, കാറ്റടിച്ചുകൊണ്ട് വരുമ്പോൾ മരത്തിന്റെ മേളിൽ എപ്പോഴും തണുപ്പാണ്. തണുപ്പ് വരുമ്പോൾ എന്ത് ചെയ്യും? ചൂട് തണുത്ത് ആ ആവി എല്ലാവരും വെള്ളമായിട്ട് തീരും. അപ്പോൾ വീട്ടിലെ കാലത്തിലെ ആ അടപ്പടത്തിൽ അടപ്പടം മാറ്റിയൊക്കെ ചെയ്യുമ്പോൾ ആ അടപ്പടത്തിൽ വെള്ളം വീഴുന്നുണ്ട്. ആവി അതുപോലെ മഴയാക്കി. അപ്പോൾ ഇതൊക്കെ പ്രയോഗിക്കുക എന്ത് വേണം? മരങ്ങൾ നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കണം, ശുചിയായി കിടക്കണം, അസുഖം ഉണ്ടാകില്ല. വൃക്ഷങ്ങൾ നമുക്ക് വേണം.
നമുക്ക് അതിൽ ചൂടോ തണുപ്പോ ഒന്നും സുഖമായിട്ട് ജീവിക്കാൻ കഴിയും. അതുപോലെ നമുക്ക് വീടുണ്ടാക്കണമെങ്കിൽ തടി വേണ്ടേ? തടിയില്ലാതെ വീടുണ്ടാക്കാൻ പറ്റുമോ? ഇതിന്റെ എല്ലാം ആവശ്യമാണ്. അതുപോലെ നമ്മുടെ മരങ്ങള് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. മരങ്ങള് കാണണം. ആ മരങ്ങളുടെ അപ്പൊ ആ വെള്ളം ഒഴിച്ചു പോകാൻ മണ്ണൊഴിച്ചു പോകാതിരിക്കുന്ന ആശയമാണ് മരത്തിന്റെ വേദികളും. അപ്പൊ മണ്ണൊലിപ്പ് തടയും. മരം നമുക്ക് തണുപ്പ് തരുന്നു. നമുക്ക് ശ്വസിക്കുന്ന വായു ശുദ്ധമായി തന്നെയാണ് മരങ്ങളാണ്. നമ്മളെ അവരോട് ഉപയോഗിക്കുന്ന വായുകൾ ശുദ്ധവായുവാണ്. നമ്മുടെ ശുദ്ധവായു ബാക്കി വരുന്ന അശുദ്ധമായ അശുദ്ധമായ വായു ഈ വായു വായു എന്താവുന്നില്ല. ഈ അഴുക്കായ വായുവിനെ ആരും തിരിച്ചെടുക്കുന്നു. മരങ്ങള് സസ്യങ്ങള് മത്സ്യങ്ങൾ അവർ വലിച്ചെടുത്തിട്ട് അവർക്ക് ആഹാരം ഉണ്ടാക്കുന്നതാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് എന്നിട്ട് അവർക്ക് ചെയ്യുന്നത് ഈ അടുത്ത വായുവിനെ കുറിച്ചിട്ട് അവർ നല്ല വായുവിനെ നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ജീവജാലങ്ങളെ വർഷങ്ങളായിട്ട് ശ്രദ്ധിച്ചതും നമ്മുടെ ശുദ്ധവായു തീരാതിന്റെ പ്രധാന കാരണമായ മരങ്ങളാണ്. അപ്പോൾ മരങ്ങൾ നമുക്ക് ശുദ്ധവായു തരുന്നു, പ്രാണവായു തരുന്നു, നമുക്ക് മഴ തരുന്നു, മണ്ണൊലിപ്പ് തടയുന്നു, നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ തരുന്നു. ഇതെല്ലാം മരങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ പ്രകൃതിയിലെ നമ്മുടെ പരിസ്ഥിതി ഈ ചെയ്യുന്ന മരങ്ങളാണ്. അതോടൊപ്പം നമ്മൾ നമ്മുടെ വീടും പരിസരവും സ്കൂൾ പരിസരവും എല്ലാം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു. സൂക്ഷിച്ചാൽ നമുക്ക് എന്തുണ്ടാകില്ല? അസുഖങ്ങൾ. മനസ്സിലായോ? അപ്പൊ ഇത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മൾ ലോകം മുഴുവൻ നമ്മൾ ജൂൺ 5-ാം തീയതി ഇങ്ങനൊരു ദിനമായിട്ട് എന്താണ് പറയുന്നത്? പരിസ്ഥിതി ദിനം. ഗവൺമെന്റ് ഇംഗ്ലീഷിലൊക്കെ പറയും, മലയാളത്തിൽ പറയുമ്പോൾ പരിസ്ഥിതി ദിനം ആയിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ആഘോഷിക്കുന്നത് ഇതിന്റെ പ്രാധാന്യങ്ങളാണ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? എല്ലായിടത്തും നമ്മുടെ സ്കൂളുകളിലും എല്ലായിടത്തും എന്ത് ചെയ്യും? കൊച്ചു മരത്തൈകൾ വെച്ച് പിടിപ്പിക്കും. കേട്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുള്ളതാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. അപ്പൊ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത് വൃക്ഷത്തൈ വെച്ച് പിടിപ്പിക്കും. അതുപോലെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം. ഇതെല്ലാം നമ്മുടെ കടമകളാണ്. നമുക്ക് വേണ്ടിയല്ല, നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു നല്ല പ്രവൃത്തിയായിരിക്കണം. നമ്മളെല്ലാം ചെയ്യത്തില്ലേ? ഇല്ലയോ? അപ്പൊ എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി നമ്മൾ എന്ത് ചെയ്യും? ഒരു മരം വെച്ച് പിടിപ്പിച്ച് നമ്മുടെ പരിസരമെല്ലാം വൃത്തിയാക്കുക. അന്ന് മാത്രം പോരാ, ഈ ജൂൺ 5-ാം തീയതി മാത്രം വൃത്തിയാക്കി പോരാ. എല്ലാ ദിവസവും നമ്മുടെ വീടും പരിസരവും സ്കൂളും പരിസരവും എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കും. മനസ്സിലായോ? എല്ലാവർക്കും പരിസ്ഥിതിയെ ആശംസിച്ചുകൊണ്ട്